إن الحمد لله الذي أنزل الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره الكافرون اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وأصحابه أجمعين أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا صدق الله العلي العظيم സ്നേഹാദരങ്ങൾ നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയോടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. പ്രതിപാദന ശൈലി കൊണ്ടും വിസ്മയകരമായ സാഹിത്യ സൗന്ദര്യം കൊണ്ടും വിജ്ഞാന സമ്പത്ത് കൊണ്ടും മറ്റൊരു ഉപമയില്ലാത്ത അന്യൂനമായ അമാനുഷികമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ സംബന്ധമായി ഒരുപാട് വിജ്ഞാന ശാഖകൾ ഉടലെടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാന വിജ്ഞാന ശാഖയാണ് ഇഅ്ജാസുൽ ഖുർആൻ, ഖുർആനിന്റെ അമാനുഷികത എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇഅ്ജാസുൽ ഖുർആൻ തന്നെ വിവിധങ്ങളായ ശാഖകളുണ്ട്. ഖുർആനിലെ ശാസ്ത്രീയ പരാമർശങ്ങളുടെ അമാനുഷികത, ഖുർആനിലെ പ്രവചനങ്ങളുടെ അമാനുഷികത, ഖുർആനിലെ ചരിത്ര സത്യങ്ങളുടെ അമാനുഷികത, ഖുർആനിലെ സാഹിത്യ സൗന്ദര്യത്തിന്റെ അമാനുഷികത, ഖുർആനിന്റെ സംഗീത മാധുര്യത്തിന്റെ അമാനുഷികത. ഇങ്ങനെ ഖുർആനിന്റെ അമാനുഷികത എന്ന വിഷയം തന്നെ വിവിധ ശാഖകളും ഉപശാഖകളുമായി വ്യാപിച്ചു കിടക്കുകയാണ് ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത്. അപ്പോൾ ഖുർആനിനെ സമീപിക്കുന്ന, ഖുർആനിന്റെ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നവർ
ഖുർആന്റെ വാഹകരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവർ, അവർക്കെല്ലാം ചില ബാധ്യതകളുണ്ട്. എന്താണ് തങ്ങളുടെ മുമ്പിലുള്ള ഈ ഗ്രന്ഥം എന്ന് പരിശോധിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക എന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഖുർആനിൽ ശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, സാഹിത്യമുണ്ട്, പ്രവചനങ്ങളുണ്ട്. അഥവാ വിവിധ വിജ്ഞാനങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, മാ ഫറദ്നാ ഫീ കിതാബി മിൻ ശൈഇ. ഖുർആനിൽ നാം യാതൊന്നും പരാമർശിക്കാതെ വിട്ടുപോയിട്ടില്ല. ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള വിജ്ഞാന ശാഖകൾ, ലോകത്ത് മനുഷ്യൻ എത്തിപ്പെട്ടിട്ടുള്ള ഏത് അത്ഭുതങ്ങളുണ്ടോ അതൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിൽ മൊത്തത്തിലൊരു പരാമർശമെങ്കിലും ഇല്ലാതെ സംഭവിച്ചിട്ടില്ല, ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖുർആൻ ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ടോ, ഒരു ശാസ്ത്ര ഗ്രന്ഥമായിട്ടോ, ഒരു ചരിത്ര ഗ്രന്ഥമായിട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ സമീപിക്കാൻ പറ്റുകയില്ല. കാരണം ഖുർആനിന്റെ ആത്യന്തിക ലക്ഷ്യം പ്രബോധനമാണ്, മാർഗദർശനമാണ്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് വിവിധങ്ങളായ വൈജ്ഞാനിക ശാഖകളും പ്രപഞ്ച പ്രതിഭാസങ്ങളും വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ജനങ്ങൾ മനസ്സിലാക്കുവാനും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താനും മനുഷ്യർ തയ്യാറാവാൻ വേണ്ടിയാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖുർആനിൽ ആകാശവും ഭൂമിയും വിഷയമാണ്. സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഉൽക്കകളും താരാപഥങ്ങളും ഖുർആനിൽ വ്യക്തമായി പരാമർശിക്കുന്നു. ഇടിയും മിന്നലും ഇരുളും വെളിച്ചവും, മഴയും വെയിലും ചൂടും തണുപ്പും, പ്രഭാതവും പ്രദോഷവും രാവും പകലും, പുഴയും കടലും പൂവും പൂവാടിയും, പഴങ്ങളും ധാന്യങ്ങളും കാടും മലയും പക്ഷികളും മൃഗങ്ങളും ഖുർആൻ സൂചിപ്പിക്കുന്ന ചില വിജ്ഞാന ശാഖകളാണ്. പക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ ഒരു സമൂഹം എന്ന് പറയുന്നുണ്ട്. ലോകത്ത് വേറെ ഒരു ഗ്രന്ഥവും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യ സമുദായം എന്നതുപോലെ പക്ഷികൾ ഒരു സമുദായമാണ്, മൃഗങ്ങൾ ഒരു സമുദായമാണ് എന്ന വ്യക്തമായ പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇനി ഭൂമിയിലേക്ക് വന്നാലോ, നാടും നഗരം, ആണും പെണ്ണും, കുട്ടികളും വയോധികരും, സാധാരണ ജനങ്ങളും സൗന്ദര്യധാമങ്ങളും, സ്വർഗവും നരകവും മുഴുവൻ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ആസ്തിക്യം മനുഷ്യർ മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആൻ പ്രതിപാദിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളെ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞ അനവധി ശാസ്ത്ര വൈജ്ഞാനിക ശാഖകൾ, ശാസ്ത്ര സത്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ റഹ്മാൻ നമുക്കെല്ലാം അറിയുന്ന ഒരു സൂറയാണ്. അതിൽ ആയത്തുണ്ട്, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈനി ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു അവൻ പറയുകയാണ്, അവൻ രണ്ട് സൂര്യോദയ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്, രണ്ട് സൂര്യാസ്തമയ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്. അഥവാ ഭൂമിയിൽ ആളുകൾക്ക് 2 പ്രാവശ്യം സൂര്യോദയം അനുഭവിക്കുന്നു, 2 പ്രാവശ്യം സൂര്യ
പടിഞ്ഞാറ്. ഇങ്ങനെയുള്ള പരാമർശം വിശുദ്ധ ഖുർആൻ നടത്തിയത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അമേരിക്കൻ വൻകര കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കൊളംബസ് അമേരിക്കൻ വൻകര കണ്ടുപിടിച്ച ശേഷമാണ് ഭൂമിയിൽ ഒരു ഭാഗത്ത് പകലാകുമ്പോൾ മറുഭാഗത്ത് രാത്രിയാണ് എന്ന് മനുഷ്യന് അറിയാൻ കഴിയുന്നത്. നമുക്ക് പ്രഭാതം അനുഭവപ്പെടുമ്പോൾ അമേരിക്കൻ വൻകരയിൽ പ്രദോഷം കഴിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രഭാതം വരുന്നത്. നമുക്കിന്ന് വൈകുന്നേരം അനുഭവപ്പെടുമ്പോൾ നമ്മുടെ വൈകുന്നേരം കഴിഞ്ഞാൽ തൊട്ടുടനെ അമേരിക്കക്കാരന്റെ കിഴക്കിൽ സൂര്യോദയം ഉണ്ടാവുകയാണ്. ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് വരെ മനുഷ്യന് കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹുവിന്റെ സൃഷ്ടി മനസ്സിലാക്കിയിട്ട് ശ്രദ്ധാവായ റബ്ബിനെ മനുഷ്യൻ ആരാധിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയാണ് ഖുർആനിന്റെ പ്രതിപാദ്യം. പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ പരാമർശം. സൂറത്തുൽ ഇസ്രായിൽ ബിഗ് ബാങ് തിയറി നാമെല്ലാം സ്കൂളുകളിൽ വെച്ചുകൊണ്ട് പഠിച്ചതാണ്. സയൻസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഖുർആൻ പറഞ്ഞത് അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖ ഫഫതഖനാഹുമാ. ഇത് ഖുർആന്റെ പരാമർശം. നിഷേധികൾ ചിന്തിച്ചു നോക്കുന്നില്ലയോ? ഈ പ്രപഞ്ചം അഥവാ ആകാശവും ഭൂമിയും ഗോളങ്ങളും ധാരാപഥങ്ങളും ആദ്യം ഒട്ടിച്ചേർന്ന ഒരു ബിന്ദുവായിരുന്നു. ഖുർആന്റെ പ്രയോഗം റത്ഖ് എന്നാണ്. റത്ഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് എന്നാണ്. അട്ടയെ സംബന്ധിച്ച് അട്ട ഒരു സ്ഥലത്ത് പോയി പറ്റിപ്പിടിച്ചാൽ, കാട്ടിലെ അട്ട ഒരു സ്ഥലത്ത് പോയി പറ്റിപ്പിടിച്ചാൽ അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് പറയും. എന്നതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടികൾ മുഴുവൻ, പ്രപഞ്ച ലോകം മുഴുവൻ ഒട്ടിച്ചേർന്ന ഒരു ബിന്ദുവായി. എന്നിട്ട് നാം അവയെ വിസ്ഫോടിപ്പിക്കുകയുണ്ടായി. സയൻസ് പറയുന്നത് ഒരു വൻ സ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഉണ്ടായിത്തീരുന്നത് എന്ന് നമുക്കറിയാം. പ്രപഞ്ചം രൂപപ്പെടുന്നതിന് മുമ്പ് രൂപരഹിതമായ ശിഥില ഘടകങ്ങൾ ഒരു ധൂളിയെ പോലെ ശൂന്യാകാശത്ത് അല്ലെങ്കിൽ ശൂന്യതയിൽ വ്യാപിച്ചു കിടക്കുകയായിരുന്നു. അതിനെ നെബുല എന്ന് സയൻസ് പറയുന്നു. അപ്പോ ഈ നെബുല അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന ആ ബിന്ദുവിനെ അല്ലാഹു തആല വിസ്ഫോടിപ്പിച്ച് ആകാശമാക്കി, ഭൂമിയാക്കി, സൗരയൂഥങ്ങളാക്കി, നക്ഷത്രക്കൂട്ടങ്ങളാക്കി. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പ്രപഞ്ചം കേവലം ഒരു ധൂമമായിരുന്നു എന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. അഥവാ പ്രപഞ്ചം രൂപപ്പെടുന്നതിന്റെ മുമ്പ് അത് വ്യക്തമായ ധൂമം എന്നതിനെ സൂചിപ്പിക്കുന്ന ദുഹാൻ എന്ന പ്രയോഗമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഉമ്മസ്തവാ ഇലസ്സമാ വഹിയ ദുഹാൻ ഫഖാല ലഹാ വലിൽ അർളി ഇദ്തിയാ തൗഅൻ ഔ കർഹൻ ഖാലതാ അതൈനാ ത്വാഇഈൻ. അല്ലാഹു പറയുകയാണ്, നാം പ്രപഞ്ച സൃഷ്ടിപ്പിന് നാം മുതിരുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടിപ്പിന് മുതിർന്നപ്പോൾ അതൊരു കേവലം ധൂമമായി. ആ ധൂമത്തിലേക്ക് നാം തിരിഞ്ഞു. എന്നിട്ട് നാം പ്രപഞ്ചത്തിന്റെ ഗോളങ്ങളോട് രൂപപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഭൂമിയോട് നാം പറഞ്ഞു, നിങ്ങൾ വരൂ എന്ന് ആകാശത്തോടും കൂടി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വരിക. ആകാശവും ഭൂമിയും പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഓർഡർ അനുസരിച്ച് കൊണ്ട് ഇതാ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് സൃഷ്ടികളായിട്ട്
ഇതാ വന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു ഗ്രന്ഥവും നടത്താത്ത പ്രസ്താവന, ഒരു ഗ്രന്ഥത്തിനും ചെയ്യാൻ കഴിയാത്ത പരിവർത്തനമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. സൂര്യൻ ചലിക്കുന്ന ഗ്രന്ഥം, സൂര്യൻ ചലിക്കുന്ന ഗ്രഹമാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂര്യൻ ചലിക്കുന്നില്ല. സൂര്യന്റെ ചുറ്റും മറ്റ് സൗരയൂഥ ഗോളങ്ങൾ മാത്രമാണ് ചലിക്കുന്നത് എന്ന് സ്കൂളുകളിൽ ഇവിടെ പഠിപ്പിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് പഠിച്ചത്. അന്നും ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് സൂറത്ത് യാസീൻ. ആ യാസീനിൽ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്ന ആയത്ത് ഖുർആനിൽ വ്യക്തമായി കിടക്കുന്നു. നമുക്ക് ഖുർആനുമായിട്ട് ഈ ആയത്ത് നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഈ ആയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. അതാണ് വിഷയം. വശംസു തജ്രി, സൂര്യൻ ചലിക്കുന്നു. ലിമുസ്തഖറിൻ ലഹാ, അതിന്റെ ഭ്രമണപഥത്തിൽ സൂര്യന് അതിന് നിശ്ചയിച്ചിട്ടുള്ള, അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ആ സ്ഥലത്ത് സൂര്യൻ ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സർവജ്ഞനായ പ്രതാപശാലിയായ അല്ലാഹുവിന്റെ പ്ലാനിങ് അനുസരിച്ച് കൊണ്ടാണ് സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടുടനെയുള്ള ആയത്തിൽ പറയുന്നു, ചന്ദ്രനാണെങ്കിൽ ചന്ദ്രന് ചലിക്കുവാൻ വേണ്ടി നാം ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 1-ാം തീയതി ചന്ദ്രൻ എത്ര പ്രത്യക്ഷപ്പെടുമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. 2-ാം തീയതി കുറച്ചുകൂടി വലുതാകണം, 3-ാം തീയതി കുറച്ചുകൂടി വലുതാകണം. ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മനാസിലകളാണ്. തീർച്ചയായിട്ടും നാം ചന്ദ്രന് അതിൻ്റെതായ മൻസില്, അതിന്റെ ഓരോ ഘട്ടങ്ങൾ നാം നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ വളർന്ന് 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 വലുതായി അവസാനം തുടങ്ങിയോടത്തേക്ക് തന്നെ പോകും. 1-ാം തീയതി ഉണ്ടായിരുന്നത് പോലെ ചന്ദ്രമാസത്തിന്റെ അവസാന ദിനങ്ങളിൽ ഏകദേശം സുബഹോടെടുത്തുകൊണ്ട് നാം മാനത്തേക്ക് നോക്കിയാൽ നമുക്ക് ചെറിയ ചന്ദ്രക്കലയാണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഇങ്ങനെയാണ് കാണുക എന്ന് മനുഷ്യനോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇത് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിങ്ങനെ ചന്ദ്രന് പ്രത്യേകമായ ഘട്ടങ്ങൾ നിശ്ചയിച്ചവനായ, സൂര്യനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനായ, പ്രപഞ്ചോൽപത്തി നടത്തിയവനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഖുർആനിന്റെ പ്രയോഗം, ഇതാണ് ഖുർആനിന്റെ പ്രമേയം. ഇനി സൂര്യൻ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും സൂറ യാസീനിൽ തന്നെ. എല്ലാ ഗോളങ്ങളും നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ. ഗോളങ്ങളുടെ ചലനത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് സിമ്മി അഥവാ നീന്തുന്ന സമയത്ത് മനുഷ്യൻ സ്വയം അനങ്ങുകയും മുന്നോട്ട് ഗമിക്കുകയും ചെയ്യും. ഈ ഒരു പ്രയോഗമാണ് ഗോളങ്ങളുടെ ചലനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ ഗോളങ്ങളൊക്കെ സ്വയം കറങ്ങുകയും ചെയ്യും, അതോടുകൂടെ ചലിക്കുകയും ഗമിക്കുകയും ചെയ്യും. നിങ്ങൾ എത്ര സൂക്ഷ്മമായ പ്രയോഗമാണ്! ഇങ്ങനെയുള്ള പ്രയോഗം ഖുർആനിന് മാത്രമേ പറയാൻ പറ്റൂ, വേറൊരു ഗ്രന്ഥത്തിന് ഇങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? സൂര്യൻ സ്വയം പ്രകാശിത ഗോളമാണ്. ചന്ദ്രനെ കുറിച്ച് സ്വയം പ്രകാശിത ഗോളം എന്ന് പറഞ്ഞില്ല. സൂര്യന്റെ പ്രകാശം സ്വയം കത്തുന്ന, സൂര്യൻ സ്വയം കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന വെളിച്ചമാണ് സൂര്യനിൽ നിന്ന് വരുന്നത്. ഖുർആൻ പറയുന്നു. സൂര്യനെ ഖുർആൻ വിളക്ക് എന്നാണ് വിളിച്ചിട്ടുള്ളത്. വബനൈനാ ഫൗകകും സബ്അൻ ശിദാദ വജഅൽനാ സിറാജൻ വഖാജ. നിങ്ങൾക്ക് മുകളിൽ നാം 7 വാനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ നാം 7 വാനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വാനത്തിൽ
സൂര്യനാണ്. ആ സൂര്യൻ വിളക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഖാല, തിളങ്ങുന്ന വിളക്ക്. എന്താണ് വിളക്ക്? ഒരു വിളക്കിലും വേറെ ഒന്നിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. എല്ലാ വിളക്കും സ്വയം പ്രകാശിക്കുക. ഈ ലാമ്പും അത് കത്തുകയാണ്. എന്നാൽ അത് ഒരു കണ്ണാടിയിൽ പതിക്കുമ്പോൾ ആ കണ്ണാടിയിൽ കാണുന്ന പ്രകാശം പോലെയാണ് ചന്ദ്രന്റെ പ്രകാശം. സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രനിൽ വെളിച്ചം കാണുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ സംബന്ധിച്ചുകൊണ്ട് ഖുർആൻ വിളക്ക് എന്ന് പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞത് ഖമറൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കം, പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജൻ എന്ന് വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നു. സൂറത്തുൽ നൂഹിൽ പറയുന്നു. ഒന്നും രണ്ട് പരാമർശങ്ങളൊന്നുമല്ല. അല്ലാഹു തആല അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ, ഏഴാകാശങ്ങളെ അല്ലാഹു എങ്ങനെ തട്ടുതട്ടായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറ, ആ ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ ചന്ദ്രനെ ഒരു വെളിച്ചമായി, ചന്ദ്രനെ ഒരു പ്രകാശമായി നിങ്ങൾക്ക് കാണാം. എന്നാൽ വജഅല അശ്-ശംസ സിറാജ, സൂര്യനെ നാം ആകാശങ്ങളിൽ ഒരു വിളക്കായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങളെ സംബന്ധിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? പർവ്വതങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന കേവലം പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളല്ല, മറിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പർവ്വതത്തിന്റെ മുകളിലോട്ടുള്ള അളവിനേക്കാൾ 2 3 ഇരട്ടി താഴോട്ട് വേരിറങ്ങിയതാണ് പർവ്വതങ്ങൾ എന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, പഠിപ്പിക്കുന്നത് അവരുടെ പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പർവ്വതങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത്, പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ആണിയടിച്ച് ഉറപ്പിച്ചു തന്നതല്ലയോ എന്നാണ്. ആണി എന്ന് പറയുന്ന സാധനം നമ്മിൽ പലരും കാണുന്നത്, അത് ഉപയോഗിക്കപ്പെട്ട സ്ഥലത്ത് അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ കഴിയൂ. ബാക്കി അധിക ഭാഗം താഴോട്ട് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോ ഉപയോഗിക്കുമ്പോൾ അധിക ഭാഗം താഴോട്ട് ഇറങ്ങി നിൽക്കുന്നതും കുറഞ്ഞ ഭാഗം മാത്രം പുറത്തേക്ക് കാണുന്നതുമായ ആണിയോടാണ് വിശുദ്ധ ഖുർആൻ പർവ്വതങ്ങളെ ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ വേറെ ചില പരാമർശങ്ങൾ ഖുർആൻ പർവ്വതങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് കുറ്റി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹു ഭൂമിയെ സംവിധാനിക്കുകയും പർവ്വതങ്ങളെ അവ ഉറപ്പിച്ച് നിർത്താനുള്ള കുറ്റിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ടെന്റ് കെട്ടുമ്പോ ടെന്റ് സാധാരണ 4 ഭാഗത്ത് കുറ്റി അടിച്ചിട്ട് അതിലാണ് ടെന്റ് നാം പിടിച്ചു വലിച്ചു കെട്ടാറുള്ളത്. ഈ ടെന്റും കൂടുതൽ താഴോട്ടാണ് ഇറങ്ങി നിൽക്കുന്നത്. ഈ ടെന്റിൽ അടിക്കുന്ന കുറ്റിയും താഴോട്ടാണ് ഇറങ്ങി നിൽക്കാറുള്ളത്. അപ്പോ ഭൂമിയിൽ അടിച്ചു താഴ്ത്തുന്ന കുറ്റിയുണ്ട്. പർവ്വതങ്ങളെ ഉപമിച്ചതിൽ നിന്നും പർവ്വതങ്ങളുടെ വേരുകൾ താഴോട്ട് കൂടുതൽ ഇറങ്ങി നിൽക്കാനാണ് സാധ്യത എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. മാത്രമല്ല, ഖുർആൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, പർവ്വതങ്ങളെ, സമുദ്രങ്ങളെ, നദികളെ, പഴങ്ങളെ ഒക്കെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാം. അതുപോലെ പ്രപഞ്ച വസ്തുക്കളെല്ലാം അല്ലാഹുവല്ലാത്ത എല്ലാം ജോഡികളാണ്. അല്ലാഹു മാത്രമേ ഒറ്റയുള്ളൂ. പണ്ട് അണു വിഭജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അണുവും വിഭജിക്കാം, അണുവും ഇരട്ടയാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളെല്ലാം ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്മാരെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോഡികളെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇത് മനുഷ്യർക്കിടയിലുള്ള ആൺ പെൺ വ്യത്യാസത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ്. എന്നാൽ പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ അല്ലാഹു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.
സൂറ യാസീൻ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ എന്ന പ്രയോഗം ചിന്തിക്കേണ്ട വിഷയം. അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, അവനാണ് എല്ലാ ജോഡികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മിമ്മാ തുൻബിതുൽ അർദ്, ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്ന സകലവും. സസ്യങ്ങളിൽ പെൺബീജവും പുംബീജവും ഉള്ള പൂക്കൾ, പൂക്കുലകളെ സൃഷ്ടിച്ചവൻ അല്ലാഹു. ആ അല്ലാഹു പരിശുദ്ധൻ എന്നാണ് ഈ പരാമർശം. മാത്രമല്ല മനുഷ്യന്മാർക്കിടയിലും അല്ലാഹു ജോഡികളെ ഉണ്ടാകും. ഈ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പലരിലും നാം ജോഡികളെ, ഇണകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. പലതും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നീടാണ് നാം പലതും ജോഡികളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. വൈദ്യുതി പ്രവർത്തിക്കണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം. ഫാൻ കറങ്ങണമെങ്കിൽ, ലാമ്പ് പ്രകാശിക്കണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം. നെഗറ്റീവ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ പോസിറ്റീവ് കൊണ്ട് മാത്രം ഒരു പ്രൊഡക്ഷൻ നടക്കുകയില്ല. അതാണ് ആളുകൾക്ക് തിരിയാത്ത പലതിലും, ആളുകൾക്ക് മനസ്സിലാക്കാത്ത പലതിലും അല്ലാഹു തആല ജോഡികളെ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു ഇണകളായിട്ട് അവരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളൊക്കെ സൂറത്ത് യാസീനിലുള്ളതാണ്. ചെറുപ്രായത്തിൽ നാം പഠിച്ച് മനഃപ്പാഠമാക്കുന്നതാണ് സൂറത്ത് യാസീൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഈ ആയത്ത് കാണാതെ അറിയാൻ കാര്യമുണ്ടാവുകയില്ല. പക്ഷേ ഇതിന്റെ ആശയം നാം എവിടുന്നാ പഠിക്കുന്നത്? സ്കൂളുകളിൽ നാം പഠിക്കുന്നത് സസ്യങ്ങളിൽ കായ്കനികൾ ഉണ്ടാകുന്നത് അവയിലുള്ള പെൺബീജവും പുംബീജവും കാറ്റുകൾ മുഖേനയോ വണ്ടുപ്രാണികൾ മുഖേനയോ പരാഗണം ഉണ്ടാവുകയും അങ്ങനെയാണ് മാവിൽ മാങ്ങ ഉണ്ടാകുന്നതും പ്ലാവിൽ ചക്കയുണ്ടാകുന്നതും തെങ്ങിൽ തേങ്ങ ഉണ്ടാകുന്നതും എന്നാണ് പഠിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്ത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞിട്ടുണ്ട്. വിരലടയാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം മനസ്സിലാക്കാൻ ഒരൊറ്റ വിരലടയാളം മാത്രം. എന്താണ്? ഇന്ന് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി അന്തർദേശീയ തലത്തിൽ കുറ്റവാളികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യന്റെ തമ്പാണ് വിരലടയാളം. ഒരാളുടെ വിരലടയാളം, 2 വിരലടയാളങ്ങൾ സാമ്യതയുണ്ടാവാൻ 6000 കോടിയിൽ 1 മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ഒരു പഠനത്തിൽ പറയുന്നു. 6000 കോടി ജനങ്ങൾ ഉണ്ടായാൽ മാത്രമേ 2 ആളുടെ വിരലടയാളം ഒന്നുപോലെ ആവാൻ ചെറിയ സാധ്യതയെങ്കിലും ഉള്ളൂ എന്ന് ഒരു പഠനം പറയുന്നു. എന്നാൽ ഖുർആൻ പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസബ്ബിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നു അവൻ മരിച്ചുപോയി, അവൻ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്ന്. വേണ്ട, അങ്ങനെ വിചാരിക്കേണ്ട. അവനെ പുനഃസൃഷ്ടിക്കുന്ന തങ്കച്ചു. അവനെ പുനഃസൃഷ്ടിക്കുന്നത് പോയിട്ട് അവന്റെ വിരലടയാളം പോലും പൂർവസ്ഥിതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമെന്ന് അല്ലാഹു വ്യക്തമായി പറയുക. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നാം അത്ഭുതപ്പെട്ടു പോകും. ഖുർആനിലെ പരാമർശങ്ങൾ, ഭൂമശാസ്ത്ര സംബന്ധമായ ഖുർആനിലെ പരാമർശങ്ങൾ എന്താണ്? ഭൂമശാസ്ത്ര സംബന്ധമായി ഗവേഷണം നടത്തിയ പലരും ഖുർആന്റെ പ്രയോഗത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ടുണ്ട്. മെഡിക്കൽ സയൻസ് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന പല പ്രമുഖരായ പണ്ഡിതന്മാരും ചിന്തകന്മാരും, അവരിൽ പലരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എംബ്രയോളജിയുടെ വശങ്ങളാണ്. ഖുർആന്റെ ഒരു പ്രയോഗമാണ്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരു പ്രാവശ്യം നിർഗളിക്കുന്ന ശുക്ലത്തിൽ ഒരുപാട് ബീജത്തിന്റെ അംശങ്ങളും 200 മുതൽ 300 വരെ മില്യൺ കണക്കിന് ബീജത്തിന്റെ അംശങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു സമയത്ത് നിർഗളിക്കുന്ന ശുക്ലത്തിൽ ഉണ്ട് എന്ന് സയൻസ് പറയാണ്. ഖുർആൻ പറഞ്ഞു, അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. ഖുർആൻ മനിയ്യ് എന്ന പ്രയോഗം മൊത്തത്തിൽ ശുക്ലത്തിനാണ് പ്രയോഗിച്ചത്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ
എല്ലാ മനിയും വേണ്ട, ശുക്ലം മുഴുവൻ വേണ്ട, അതിൽപ്പെട്ട ഒരു ബീജം. അങ്ങനെയാണല്ലോ അനേകം ബീജങ്ങളിൽ നിന്ന് ഏറ്റവും ആരോഗ്യമുള്ള ബീജം വേഗം പോയിട്ട് അണ്ഡവുമായി സംയോജിച്ച് അങ്ങനെ സങ്കലനം നടക്കുമ്പോൾ ആ ബീജവും ആ അണ്ഡവും തമ്മിലാണ് പിന്നീട് രൂപപ്പെട്ട് കുഞ്ഞുണ്ടാകുന്നത്. അപ്പം അനേകം ബീജങ്ങളുണ്ട്. അതിൽ ഒരു ബീജത്തിൽ നിന്ന് മാത്രമാണ് സൃഷ്ടി നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിലെ ആയത്താണ്. അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ, മനി എന്ന മൊത്തത്തിലുള്ള ദ്രാവകത്തിലെ ഒരു ചെറിയ ബീജക്കണികയായിരുന്നില്ല ഈ മനുഷ്യൻ. അതിൽ നിന്നല്ലേ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത്. പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഉണ്ടാകുന്നത് ഒരു കാലത്ത് മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത് അത് പുരുഷ ബീജത്തിന് മാത്രമേ അതിൽ പങ്കാളിത്തമുള്ളൂ. വേറൊരു കാലത്ത് അത് സ്ത്രീയുടെ അണ്ഡത്തിന് മാത്രമേ പങ്കാളിത്തമുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, കൂടിക്കലർന്നിട്ടുള്ള അണ്ഡവും ബീജവും കൂടിക്കലർന്നിട്ടുള്ള ആ സിദ്ധാന്തത്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നാം നടത്തുന്നത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യന്റെ മുമ്പാകണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇതൊക്കെ ഖുർആനിൽ ഉണ്ട്. ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. പിന്നെയോ ഗർഭസ്ഥ ശിശുവിന്റെ രൂപപരിണാമങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഓരോ 3 ആഴ്ച കൂടുമ്പോഴും ഓരോ മാസങ്ങളിലും ഈ ഗർഭസ്ഥ ശിശുവിന്റെ രൂപപരിണാമങ്ങൾ ഉണ്ടാകും. ആ പരിണാമങ്ങളെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ വളരെ സ്യൂട്ടബിൾ ആണ് എന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഗവേഷകന്മാർ, ഡോക്ടർമാർ, കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള മെഡിക്കൽ മുസ്ലിങ്ങളല്ലാത്ത മെഡിക്കൽ വിദഗ്ധന്മാർ തന്നെ എഴുതിയ പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള പരാമർശമുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കും. പിന്നെ വേറൊരു വിഷയമാണ് ഗർഭസ്ഥ ശിശുവുമായിട്ട് ബന്ധപ്പെട്ടത് മനുഷ്യന്റെ വൃഷ്ണത്തിന്റെ സ്ഥാനം. വൃഷ്ണത്തിന്റെയും അണ്ഡത്തിന്റെയും സ്ഥാനം, അതിന് ശക്തി പകരുന്ന സ്ഥാനം അത് കിഡ്നിയുടെ അല്പം മുകളിലാണ് എന്ന് എംബ്രയോളജി പഠിച്ച ആർക്കും അറിയാം. നമുക്കറിയാം സൂറത്തുൽ ഖാരിഅ ഫല്ലൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്. മനുഷ്യന്റെ മുതുകിന്റെയും വാരിയലിന്റെയും ഇടയിലുള്ള ഭാഗത്തിൽ നിന്നാണ്, ഈ ഭാഗത്ത് നിന്നാണ് ബീജം ഉണ്ടാകുന്നത്, ബീജത്തിന്റെ ഉത്ഭവം വരുന്നത്. ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണമാണ്, മനുഷ്യന്റെ വൃഷ്ണമാണ്. എന്നാൽ ഈ വൃഷ്ണത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് കിഡ്നിയുടെ അല്പം മുകളിലുള്ള ഭാഗമാണ് എന്ന് ആ ഭാഗത്ത് അഥവാ ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് മാതാവിന്റെ ഗർഭാശയത്തിൽ നാം ജീവിച്ചിരുന്ന സമയത്ത് ഈ വൃഷ്ണം ശരീരത്തിന്റെ ഉള്ളിലായിരുന്നു. പുരുഷന്മാർക്ക് വൃഷ്ണം ശരീരത്തിന്റെ ഉള്ളിലായിരുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭാഗം കിഡ്നിയുടെ അല്പം മുകളിലാണ്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അണ്ഡാശയവും ആ മുകളിലായിരുന്നു. എന്നിട്ട് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അനുസരിച്ച് കൊണ്ട് ഒരു ആൺകുട്ടിയുടെ വൃഷ്ണം താഴോട്ട് ഇറങ്ങി വരും, പെൺകുട്ടിയുടെ അണ്ഡാശയവും താഴോട്ട്. എന്നാൽ പെൺകുട്ടിയുടെ അണ്ഡാശയം അത് ഗർഭപാത്ര കനാലിന്റെ താഴ്ഭാഗത്തായിട്ട് അവിടെ വന്ന് അവിടെ സ്ഥിരവാസം ഉണ്ടാകും. പുരുഷന്റെ ആൺകുട്ടിയുടെ വൃഷ്ണമാണെങ്കിൽ ശരീരത്തിന്റെ പുറത്തേക്ക് ഉള്ള ചില തൊലി അള്ളാഹു സംവിധാനിക്കുന്ന ആ സമയത്തേക്ക് സംവിധാനിക്കുന്ന തൊലിയുള്ളത്. നമുക്കറിയാം പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ചില കുട്ടികൾക്ക് ഈ വൃക്കം താഴോട്ട് ഇറങ്ങാത്ത ഉടൻ തന്നെ ഇറങ്ങാത്ത അവസ്ഥയെല്ലാം ഉണ്ടാകും. അതൊക്കെ സമാധാനത്തിൽ പിന്നീടാണ് ഉണ്ടാകുന്നത്. അപ്പോ ഖുർആൻ ഈ വൃഷ്ണത്തിന്റെയും അണ്ഡത്തിന്റെയും ഉത്ഭവം, അതിന്റെ ശക്തികളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തെ കുറിച്ചുള്ള പരാമർശം വളരെ വ്യക്തമായി സൂറത്തുൽ ഖാരിഅയിൽ പറയുന്നു. പിന്നെ ആൺകുട്ടി ഉണ്ടാകുന്നതും പെൺകുട്ടി ഉണ്ടാകുന്നതും, ആൺകുട്ടി ഉണ്ടാകാൻ കാരണവും പെൺകുട്ടി ഉണ്ടാകാൻ കാരണവും പുരുഷന്റെ ബീജം മാത്രമാണ്. ചില അറിവില്ലാത്ത ആളുകൾ ഭാര്യ പ്രസവിച്ചു,
രണ്ടാമത്തത് പെൺകുട്ടിയാണ്, മൂന്നാമത്തത് അവർ പ്രസവിച്ചത് പെൺകുട്ടിയാണ്. അങ്ങനെ പെൺകുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിൽ ഭാര്യയെ ശപിക്കുന്ന ആളുകൾ, ഭാര്യയുടെ അണ്ടത്തിന്റെ യാതൊരു പങ്കും ഇതിൽ ഇല്ല എന്ന് നമുക്ക് സയൻസ് പറഞ്ഞിരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പുരുഷൻ നിർഗളിപ്പിക്കുന്ന ബീജത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺ പെണ്ണ് എന്ന രണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്നത്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് പുരുഷന്മാരുടെ ബീജത്തിൽ, വൈ ക്രോമസോമിൽ. കാരണം പുരുഷ ബീജത്തിലാണ് വൈ ക്രോമസോമും എക്സ് ക്രോമസോമും ഉള്ളത്. പെൺകുട്ടിയുടെ സ്ത്രീയുടെ അണ്ടത്തിൽ വെറും എക്സ് ക്രോമസോമ് മാത്രമാണുള്ളത്. പുരുഷന്റെ വൈ ക്രോമസോം പോയി സ്ത്രീയുടെ എക്സ് ക്രോമസോമിൽ പോയി സങ്കലനം നടത്തിയാൽ മാത്രമാണ് ആൺകുട്ടി ഉണ്ടാവുന്നത്. സ്ത്രീയുടെ അടുക്കൽ, സ്ത്രീയുടെ അണ്ടത്തിൽ ഒരിക്കലും ആൺകുട്ടിയായി രൂപപ്പെടാൻ കാരണമുള്ള വൈ ക്രോമസോം ഇല്ല എന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് മെഡിക്കൽ സയൻസ് ലോകത്തുള്ളത്. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ നാം കൊണ്ടാടിച്ചു പോകുന്നതാണ്. ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു വിഷയമില്ല. നാം ചെറുപ്പക്കാർ, നാം ചിന്തിക്കുന്നവർ ഖുർആനിലേക്ക് മടങ്ങാൻ സമയമായി. നമ്മുടെ സംസ്കാരങ്ങൾ ഇസ്ലാമിക സംസ്കാരവുമായി കൂടുതൽ അടുപ്പിക്കേണ്ടിയിരിക്കുന്നു. വാലന്റൈൻ്റെയും അതുപോലുള്ള വൈശാലികമായ മറ്റുള്ള ആചാരങ്ങളുടെയും പിന്നാലെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പലരും പോവുകയും ആഘോഷമാക്കുകയും വേറെയും ചില സംസ്കാരങ്ങളെല്ലാം നാം ഇങ്ങോട്ട് ആവാഹിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആത്മാവ്, വിശുദ്ധ ഖുർആനിന്റെ റൂഹ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ നാം ആണ് ഖുർആനിന് വേണ്ട രൂപത്തിൽ വില നൽകണം. നമുക്കറിയാം, 2-3 ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തനായ സംഗീതജ്ഞൻ ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ എത്രയെത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി, ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് തന്റെ ജീവിതം മാറ്റിമറിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ട് സംശുദ്ധമാക്കി എത്ര ആളുകൾ വിശുദ്ധ ഖുർആനിലേക്ക് ഖുർആന്റെ വാഹകരായി ജീവിക്കാനും തയ്യാറാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആൻ പഠിക്കുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കണം. ഖുർആൻ പല കാര്യങ്ങളും, ഖുർആന്റെ ചില പേര്, ഖുർആൻ സൂറത്തുകളിലെ ചില പേരുകൾ നമുക്ക് പലപ്പോഴും നിസ്സാരമായ ഖുർആന് പേരാണ്. ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് പശു, വേറൊരു അധ്യായത്തിന്റെ പേര് ചിരന്തിയം, മറ്റൊരു അധ്യായത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു അധ്യായത്തിന്റെ പേര് സിദ്ധാന്തം, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ നക്ഷത്രം, രാവ്, പകല്, പ്രഭാതം, മധ്യാഹ്നം, ഭൂമിയുടെ പിളരൽ, പ്രകാശം, ഇടി, അതുപോലെ ഇരുമ്പ്, റോം, പേന, മനുഷ്യൻ, അത്തിപ്പഴം, കാലഘട്ടം, മനുഷ്യൻ, ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുള്ള വിശുദ്ധ ഖുർആനിലെ സൂറകളുടെ നാമങ്ങൾ നിശ്ചയിക്കണം. നമുക്ക് നിസ്സാരമായ 8 കാര്യം ഖുർആൻ ഒരു സൂക്തത്തിന്റെ പേരാണ്. അത് വലിയ പാഠങ്ങൾ സൂറത്തുൽ അൻകബൂത്ത് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സംബന്ധമായ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഖുർആനിന്റെ ഒരു ദർസ് 26-ാം തീയതി
വൈകുന്നേരം മുതൽ ഇവിടെ ഈ മസ്ജിദിൽ ആരംഭിക്കുകയാണ്. മഗ്‌രിബിന് ശേഷമാണ് ഈ സമയം. പ്രത്യേകം വിദ്യാർത്ഥി സമൂഹം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, പരിസരങ്ങളിലുള്ള കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾ ഈ ഖുർആന്റെ പഠനം സഗൗരവമായി എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പലതും പഠിക്കുന്നു, നിങ്ങളുടെ പഠനം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോഴ്സുകൾ, നിങ്ങളുടെ പഠനങ്ങളും ഒക്കെ അത് കബറിൽ നമ്മളെ താഴ്ത്തി മൂടുകളിൽ വെച്ച് എന്ന് പറഞ്ഞ ആളുകൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഈ പഠിച്ച ഡിപ്ലോമകളും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രികളും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ഭൗതിക ഡിഗ്രികളും വിജ്ഞാനങ്ങളും പ്രയോജനം, അവിടുന്ന് അങ്ങോട്ട് ഖബറിലേക്ക് പ്രയോജനപ്പെടുന്ന ഖുർആൻ എന്തെല്ലാം പറഞ്ഞു എന്നും എന്തെല്ലാം ഖുർആനിൽ ഉണ്ട് എന്നും ഒരു സൂചന ഞാനിവിടെ ഖുതുബയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, യുവാക്കൾ, ബഹുജനങ്ങൾ, പ്രായങ്ങൾ ഒക്കെ നമ്മുടെ ഖുർആൻ ദർസിൽ അഥവാ ഖുർആൻ പഠനവേദിയിൽ പങ്കെടുക്കണമെന്ന് പരമാവധി എല്ലാവരും പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സാധാരണക്കാരനും ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വിധത്തിലുള്ള വിന്യാസമാണ് നാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അക്ഷരമറിയാത്തവർക്ക് ഇൻഷാ അല്ലാഹ് അക്ഷരം പഠിക്കാനും ഇൻഷാ അല്ലാഹ് സംവിധാനം അപ്പോഴെങ്കിലും അതിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യുന്നതാണ്. ചെറിയ ഫാത്തിഹ സൂറത്ത് മുതൽ ആദ്യം തുടക്കം ഫാത്തിഹയുടെ അത്ഭുത പ്രപഞ്ചം, ഫാത്തിഹ ചെറിയ ചെറിയ സൂറത്തുകൾ, അങ്ങനെ പരിശുദ്ധ ഖുർആന്റെ അത്ഭുതത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അസുലഭമായ അവസരമാണ് ഇതിനെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ നമ്മുടെ ഖബറിലെ ഇമാം, ഖബറിലെ ചോദ്യം നിന്റെ ഇമാം ഏതാണ്? എൻ്റെ ഇമാം ഖുർആൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിക്കുക, ഏത് സമയത്തും നമ്മുടെ മരണം സംഭവിക്കാം, മരിക്കുന്നത് ഉറപ്പാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുക. ആ മരണശേഷം നമുക്ക് ഖുർആന്റെ പഠനം മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കണം. ദുനിയാവിലാരും ശാശ്വതമല്ല. ഏത് സമയത്തും ചലനം പറ്റുകയില്ല, ഏത് സമയത്ത് എവിടെ വെച്ച് അറിയുന്നത് ഈ ലോകം ആർക്കെങ്കിലും ശാശ്വതമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശാശ്വതമായി ജീവിക്കുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാർ മരിച്ചു. മരണത്തെ വരവേൽക്കാൻ, ആഹ്ലത്തിലേക്കുള്ള ഭണ്ഡാരങ്ങൾ നിറക്കാൻ എല്ലാവരും സജ്ജരാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل وسلم على سيدنا محمد وآله وصحبه وسلم. اللهم مولانا امير المؤمنين ابي بكر الصديق التقي وامير المؤمنين عمر بن الخطاب الصفي وامير المؤمنين عثمان بن عفان الزكي وامير المؤمنين علي بن ابي طالب التقي وعلى سائر الصحابه والكرامه اولئك حزب الله الا ان حزب الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قوم الانزال. اللهم اعز الاسلام والمسلمين، اللهم اذل الشرك والمشركين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم لا تشفي قلبنا من النار، اللهم اغفر